UFO അഥവാ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് ഇക്കാലത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട വാക്കാണ്. അതായത് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റാത്ത പറക്കുന്ന വസ്തുക്കൾ അഥവാ പറക്കും തളികകൾ. ഇവ അന്യഗ്രഹ ജീവികൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളാണെന്ന് കരുതപ്പെടുന്നു. നമുക്കറിയാം, ഭൂമിയെപ്പോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ അന്യഗ്രഹങ്ങൾ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ പ്രപഞ്ചം അത്രത്തോളം ബൃഹത്താണ്. പുരാതന കാലത്ത് മനുഷ്യൻ തങ്ങളുടെ ആത്മീയ ശക്തിയും ധ്യാനശക്തിയും ഉപയോഗിച്ച് ധാരാളം സിദ്ധികൾ കൈവരിച്ചിരുന്നു. ആ സിദ്ധികളിലൂടെ അവർക്ക് ഗോളാന്തര യാത്ര സാധ്യമായിരുന്നു. അത്തരം യാത്രകൾ നടത്തിയാണ് നമ്മുടെ ഋഷികൾ വേദങ്ങളും മറ്റു വിജ്ഞാന ഗ്രന്ഥങ്ങളും രചിച്ചിരുന്നത്. അവർ നക്ഷത്ര ലോകത്ത് പോയി നേരിട്ട് കണ്ടുപഠിച്ചാണ് നക്ഷത്രങ്ങളെക്കുറിച്ച് എഴുതിയിരുന്നത്. നമ്മുടെ LMRK ലയൺ മയൂര റോയൽ ഒരു ലക്ഷ്യമുള്ളൂ, ഭാരതത്തിന് സൂപ്പർ പവറാണ്. അതാണ് നമ്മുടെ പണി. ഞാൻ ഒരു ദേശീയവാദിയാണ്, രാഷ്ട്രവാദി. ലോകോ സമസ്തോ സുഖനോ ഭവനോ ഞാൻ തൽക്കാലം മാറ്റിവെക്കും. എനിക്ക് എൻ്റെ രാജ്യം നന്നായാൽ മതി, അത് കഴിഞ്ഞിട്ട് ഒഴിവാക്കില്ല. ഈ രാജ്യത്തിനെ ഉയർത്തുക എന്നതാണ് എൻ്റെയും LMRK മെമ്പറായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതല. ഭഗവാൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ നിയോഗിച്ചിട്ടുള്ളത്. വെറ്റിവേൽ മുരുകനുക്ക്, ജ്ഞാനവേൽ മുരുകനുക്ക്, ജ്ഞാനദണ്ഡായുധമാണിക്ക്, വീരവേൽ മുരുകനുക്ക്, ജയ് പൈനാണ്ടോ. LMRK എന്ന സംഘടനയുടെ സാരഥിയായ ശ്രീ രജിത് കുമാർജി പറയുന്നു, മുരുക ഭഗവാന്റെ നേരിട്ടുള്ള നിർദ്ദേശത്താലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ മൈ മാസ്റ്റേഴ്സ് ഫ്രം ഫോർത്ത് ഡയമെൻഷൻസ് ആൻഡ് യുഗപ്പിറവിക്ക് മുമ്പിൽ എന്നീ പുസ്തകങ്ങളിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മുരുക ഭഗവാൻ നേരിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുവെന്നാണ്. അതായത് മുരുക ഭഗവാൻ വേറെ ഏതോ ഡയമെൻഷനിൽ നിന്ന് അദ്ദേഹത്തിനോട് നേരിട്ട് സംവദിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയമെൻഷനിലേക്ക് ഇറങ്ങി വന്ന് അദ്ദേഹത്തോട് സംവദിക്കുന്നു. ഇത് UFO അഥവാ ഏലിയൻസ് എന്ന നമ്മുടെ കൺസെപ്റ്റിനോട് കൂടുതൽ അടുത്ത് വരുന്നൊരു കാര്യമാണ്. UFO ഒരു വാഹനമാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ പൂർവികർ ഭൂമിയിലേക്ക് വന്നത് ഇങ്ങനെയാണ്. അതായത് മുരുക ഭഗവാൻ അദ്ദേഹം തമിഴ് ജനതയുടെ, ഇപ്പോഴത്തെ തമിഴ് ജനതയല്ല, പുരാതന കാലത്തെ ഓസ്ട്രേലിയ, ആഫ്രിക്കയുടെ ഒരു ഭാഗം, ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ, കന്യാകുമാരി ഇവ ചേർന്ന കുമരികണ്ഠം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിലെ രാജാവായിരുന്നു മുരുക ഭഗവാൻ. അദ്ദേഹം കൊണ്ടുവന്നതാണ് തമിഴ് ഭാഷ. അദ്ദേഹം പരിചയപ്പെടുത്തിയതാണ് തമിഴ് ഭാഷ. അതായത് തമിഴ് ഒരു ദേവഭാഷയാണ്. അതിലൂടെ അദ്ദേഹം തൻ്റെ പ്രജകളെ ആത്മീയതയിലൂടെ ഉന്നത സിദ്ധികൾ കൈവരിച്ച് വിജയം ജീവിതത്തിൽ നേടാമെന്ന് പഠിപ്പിച്ചു. നമുക്കറിയാം, ശിവഭഗവാന്റെ തിരുനെറ്റിയിൽ നിന്നാണ് മുരുക ഭഗവാന്റെ ജനനം. അദ്ദേഹത്തിൻ്റെ വേൽ എന്ന ആയുധം, വേൽ അഥവാ ശക്തി, സംരക്ഷണം ഇവയാണ് അർത്ഥമാക്കുന്നത്. ഇത് അമ്മയായ പാർവതി ദേവിയുടെ പ്രതീകമാണ്. കുണ്ടലിനി ശക്തി ഉയർന്ന് ശിവസംയോഗത്താൽ സഹസ്രാരത്തിൽ അമൃതധാര ഉണ്ടാക്കുന്നു. അഥവാ തലച്ചോറിലെ എല്ലാ ന്യൂറോണുകളും ആക്ടിവേറ്റായി സമ്പൂർണ്ണ ഉണർവിലേക്ക് വരുന്നു. ഇതാണ് എൻലൈറ്റൻമെന്റ്. ഇവിടെ ഒരു മനുഷ്യന് പ്രാപിക്കാവുന്ന എല്ലാ ശക്തികളും സിദ്ധികളും അറിവും ജ്ഞാനവും ലഭിക്കുന്നു. സുഷുപ്തിയിലാണ്ടിരുന്ന ശിവശക്തിയെ ഉണർത്തി പ്രവൃത്തി അഥവാ ആക്ഷനിലേക്ക് ഉയർത്തുന്നതാണ് മുരുക ഭഗവാൻ. അതിൻ്റെ പ്രതീകമാണ് മുരുക ഭഗവാൻ, അഥവാ അതാണ് മുരുക ഭഗവാൻ. ചൈതന്യത്തിൻ്റെ സമ്പൂർണത, അതിൻ്റെ സകലമാന ഉണർവും വളർച്ചയും. കോൺഷ്യസ്നെസ്സിൻ്റെ മറ്റൊരു രൂപമാണ് സർപ്പം. കുണ്ടലിനി ശക്തി സർപ്പരൂപത്തിലാണ് നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിനെ ഉണർത്തി ജ്ഞാനോദയത്തിൽ എത്തിക്കുന്നതാണ് മുരുക ഭഗവാൻ. ഇവിടെ പ്രവൃത്തിയും ജാഗരൂകതയും മാത്രമേയുള്ളൂ, ഉണർവും. മടിയില്ല, അലസതയില്ല, ക്ഷീണമില്ല, പരാജയമില്ല. ഏതാണോ വേണ്ടത് അത് മാത്രം. ഇപ്പോൾ ഈ ഭൂമി 3rd ഡയമെൻഷനിൽ നിന്ന് 4th ഡയമെൻഷനിലേക്ക് പ്രയാണം തുടങ്ങിയിരിക്കുകയാണ്. അതായത് മനുഷ്യകുലം എൻലൈറ്റ്മെൻറ്റിൻ്റെ പാതയിലാണ്. ഇവിടെ മുരുക ഭഗവാന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. ആരാണ് ഏലിയൻസ്? നമ്മൾ തന്നെയാണ് ഏലിയൻസ്. കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ്. ഒരേ കോൺഷ്യസ്നെസ് തന്നെയാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഒരേ ചൈതന്യത്തിലാണ് നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഭോഗർ സിദ്ധരാണ് പഴനിമലയിലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. അദ്ദേഹം ചൈനയിലേക്ക് ഒരു യാത്ര നടത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം ഒരു ജന്മവും എടുത്തിട്ടുണ്ട്. ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഏലിയൻ ആയിരിക്കാം.
അതുപോലെ ചൈനയിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവരുടെ സിദ്ധി ഉപയോഗിച്ച് അവർ അന്തരീക്ഷത്തിലൂടെ പറന്നാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതും ഏലിയൻ യാത്രയുടെ വേറൊരു രൂപം തന്നെയല്ലേ? എങ്ങനെയാണ് ഏലിയൻ യാത്ര സാധ്യമാകുന്നത്? നമ്മുടെ ഭൂതകാലവും വർത്തമാനവും ഭാവിയും എല്ലാം ഒരേ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. പാരലൽ യൂണിവേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ മുരുക ഭഗവാൻ തൻ്റെ ഭൂതകാലത്തിലേക്ക് വരുന്നതാണ്, നമ്മളെ കാണാൻ വരുന്നതാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ മുരുക ഭഗവാൻ ഏലിയനല്ല, നമ്മുടെ പൂർവികനായ ദൈവമാണ്. അദ്ദേഹം തൻ്റെ പ്രജകളെ കാണാനായിട്ട്, അവരെ സഹായിക്കാനായിട്ട് ഭൂതകാലത്തിലേക്ക് വരുന്നതാണ്. അവരെ സംബന്ധിച്ച് ഭൂതവും വർത്തമാനവും ഭാവിയും ഒന്നുമില്ല, വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. അപ്പോൾ CFOകൾ അവരുടെ പൂർവികരെ തേടി ഭൂതകാലത്തിലേക്ക് പ്രയാണം ചെയ്യുന്നതാണോ നമ്മൾ കാണുന്നത്? ഓരോ വസ്തുക്കളും ഊർജത്തിൻ്റെ ഓരോ തരം വൈബ്രേഷനാണ്. ഒരു വൈബ്രേഷനിൽ നിന്ന് വേറൊരു വൈബ്രേഷനിലേക്ക് മാറുമ്പോൾ ആ വസ്തുവിൻ്റെ സ്വഭാവം മാറുന്നു. ഉദാഹരണം, അഗ്നിയിൽ എരിയപ്പെടുന്ന ഒരു വസ്തു ചാരമായിട്ട് മാറുന്നു, അതിൻ്റെ വൈബ്രേഷൻ മാറി. വള്ളലാർ സിദ്ധർ കാണിച്ചു തന്നതാണ് അദ്ദേഹം തൻ്റെ ശരീരം പ്രകാശരൂപമാക്കി ഭഗവാനിൽ ലയിച്ചത്. നമ്മുടെ ശരീരത്തിൽ ഓരോ കോശത്തിലും പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണുകളും ഉണ്ട്. ഇലക്ട്രോണുകളുടെ സ്പീഡ് കൂട്ടിയാണ് അദ്ദേഹം പ്രകാശമായിട്ട് മാറിയത്. അങ്ങനെ വൈബ്രേഷനിൽ വ്യത്യാസം വരുത്തിയാണ് വേറെ ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും സിദ്ധർക്ക് മാറാൻ സാധിക്കുന്നത്. ഭൂതകാലത്തിലേക്ക് പ്രവേശിക്കാനും ഭാവിയിലേക്ക് പ്രവേശിക്കാനും സാധിക്കുന്നത്.